പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന രണ്ടുപേർ, അതിൽ ഒരാളുടെ ഷെയർ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരാളുടെ ഷെയർ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? വാടകയ്ക്ക് കൊടുക്കാവുന്ന ഒരു വസ്തുവാണെങ്കിൽ വാടക കൊടുക്കാം. ഉദാഹരണത്തിന് ഒരു കടയിൽ രണ്ടുപേർക്ക് എന്തുണ്ട്? ഷെയർ ഉണ്ട്. ആ കടയുടെ പകുതി ഒരാളുടേതാണ്, പകുതി വേറൊരാളുടേതാണ്. അപ്പൊ ഇയാൾ ആ കട അല്ലെങ്കിൽ തൻ്റെ ഷെയർ ഇയാൾ മറ്റേ ആൾക്ക് വാടക കൊടുത്തു. അല്ലെങ്കിൽ ഒരു വാഹനം, അങ്ങനെയുള്ള വാടകയ്ക്ക് സാധാരണ നൽകാവുന്ന വസ്തുക്കളാണെങ്കിൽ നൽകാം. എന്നാൽ വസ്തുവകകളുള്ള സാമഗ്രികൾ, വിൽപ്പന വസ്തുക്കളുള്ള കടയാണെങ്കിലോ ആ വിൽപ്പന വസ്തുക്കൾ വാടക കൊടുക്കലില്ല. അതിലെന്തേ ചെയ്യാൻ പറ്റുള്ളൂ? മൊത്തത്തിൽ എത്ര വിൽപ്പന വസ്തു ഉണ്ട് എന്ന് വിലക്കെട്ടിട്ട് ഒരാൾ വാങ്ങുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അത്തരത്തിൽ മൊത്തത്തിൽ കച്ചവട വസ്തുക്കൾ ഉൾപ്പെടെ വാടക കൊടുക്കുക എന്നൊന്നും ഇല്ല. കാരണം ഈ കച്ചവട വസ്തുക്കൾ വിറ്റുപോകുന്നതാണ്, വിറ്റുവരവുള്ളതാണ്. അതെന്ത് ചെയ്യാൻ പറ്റൂല, നിലനിൽക്കാത്ത ഒന്നാണ്, അത് വിറ്റുവരവാണ്, അത് വാടക കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കച്ചവട വസ്തുക്കൾ ഉൾപ്പെടെ വാടക കൊടുക്കാൻ പറ്റില്ല. കച്ചവട വസ്തുക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിൻ്റെ വില എത്രയാണ് എന്നുള്ളത് കണക്കാക്കി ആ മൊത്തം അതിൻ്റെ വില നിശ്ചയിച്ച് ആരാണോ കടയെടുക്കുന്നത് അയാൾ ആ കച്ചവട വസ്തുക്കൾ വിലക്കെട്ടി വാങ്ങണം. അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് പാർട്ട്ണർഷിപ്പായി തന്നെ ആ രൂപത്തിൽ തന്നെ ആ വസ്തുക്കൾ നിലനിൽക്കുന്നതായിരിക്കും എന്നർത്ഥം. വല്ലാഹു ആലം. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാടക എന്ന് പറഞ്ഞ് നിശ്ചയിച്ചാൽ പിന്നെ അയാൾക്ക് ലാഭത്തിലൊന്നും ഉണ്ടാവില്ല, വാടക മാത്രം ഉണ്ടാവുള്ളൂ. വാടക ആയിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ വസ്തു അല്ലെങ്കിൽ ഭാഗം അദ്ദേഹം വാടക കൊടുത്താൽ ആ വാടക മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യുള്ളൂ, അയാൾക്ക് ലഭിക്കുള്ളൂ. അയാൾക്ക് മറ്റുള്ള അവിടുത്തെ കച്ചവടമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും, അതിൻ്റെ ഭാഗമായിട്ടുള്ള ലാഭമോ മറ്റു കാര്യങ്ങളൊന്നും അയാൾക്ക് ലഭിക്കില്ല. മേൽവാടകയും സമാനാണ്. അതായത് നമുക്ക് ഓണർ അനുവദിക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് അഖദിൽ മേൽവാടക കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് അയാൾ അറിയാതെ മേൽവാടക കൊടുക്കുകയാണെങ്കിൽ അത് അനുവദനീയമല്ല. നേരെ മറിച്ചിട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ കട തന്നു, നമുക്ക് നടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആളുകൾക്ക് നടത്താൻ കൊടുക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ആ കട നമ്മൾ അയാൾക്ക് വാടക കൊടുത്താൽ മതി. ബാക്കി നമ്മൾ സ്വയം നടത്തുക വേറൊരാൾക്ക് നടത്താൻ കൊടുക്കുകയോ ചെയ്യുന്ന ആ രൂപത്തിൽ തന്നതാണെങ്കിൽ മേൽവാടക കൊടുക്കാം. പക്ഷേ ഉടമസ്ഥൻ അറിയാതെ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഓണറാന്ന് വിചാരിക്കും. അപ്പം ഈ മറിച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ആളുകൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ബിൽഡിങ്ങിൻ്റെ ഓണർ കൊടുക്കുന്ന സമയത്ത് അത് മറിച്ച് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, എന്നിട്ട് ഒരാൾക്ക് വാടക കൊടുത്ത് നമ്മൾ അയാൾക്ക് വാടക കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചത്, എന്നിട്ട് അയാളത് മറിച്ച് വാടക കൊടുത്താൽ ചിലപ്പോൾ നമുക്കത് എന്തുണ്ടാവില്ല, പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ വീട്, നമ്മളുടെ സ്വന്തം വീട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അറിയുന്ന ഒരാൾക്ക് നമ്മൾ വാടക കൊടുത്ത്, ഈ വീട് അയാൾ പോയിട്ട് എന്ത് ചെയ്യാണ്, വേറൊരാൾക്ക് വാടക കൊടുക്കുക, നമ്മൾ സമ്മതിക്കുമോ? അപ്പോൾ ഇവിടെ ഉള്ള വിഷയം എന്താ വെച്ചാൽ ഈ ഓണർക്ക് അതിൽ പ്രശ്നമില്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ ഓണർ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയും നമ്മൾ ശരി കൊടുക്കൂല എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ മറിച്ച് വാടക കൊടുക്കാൻ പറ്റില്ല. അതെ, നമ്മളിപ്പോൾ കടമെടുത്ത് വേറെ ആൾക്ക് നടത്താൻ കൊടുക്കാൻ കുഴപ്പമില്ല. ഞാൻ അതാ പറഞ്ഞത്, കരാറിൽ അങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ നടത്തണം എന്ന് കരാറിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കോ ആർക്കാന്ന് വെച്ചാൽ നടത്താം, അവർക്ക് വാടക കൊടുത്താൽ മതി എന്ന രൂപത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കാം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ മറ്റൊരാൾക്ക് നടത്താൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിലുള്ള വിൽപ്പന വസ്തുക്കളുടെ വിലക്കെട്ടണം. അതിലുള്ള കച്ചവട വസ്തുക്കൾ ഉണ്ടാവില്ല, പ്രൊഡക്ട്സ്, അത് എത്രയെന്ന് ടോട്ടൽ വിലക്കെട്ടിയിട്ട് എന്ത് ചെയ്യണം, അത് കണക്കാക്കണം. എത്രയാണ് ആ പൈസ, അത് കച്ചവടാക്കണം. അവർ പറയുകയാണ് ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ വേറെ ആർക്കെങ്കിലും വിറ്റാളി, സാധനം ഞങ്ങൾ ഇറക്കിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ ആ സാധനങ്ങൾ വേറെ വെക്കേണ്ടി വരും. അവിടെയുള്ള വിഷയം എന്താ വെച്ചാൽ പൊതുവിൽ ആൾക്കാരെന്താ പറയുക, ഈ നടത്താൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ധാരണ ഒന്നും ഉണ്ടാവില്ല. അവർ ഒരു കൊടുക്കലാണ് കൊടുത്ത് കാസത്ര തന്നാണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കൊടുക്കും.
അതിൽ കുറേ സാധനം ഉണ്ടായിട്ടുണ്ടാവും. ഈ സാധനത്തിന്റെ വില കണക്കാക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇവർ തമ്മിൽ ഇത് നല്ലൽക്ക് പോവുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വല്ലതും സംഭവിച്ചാൽ ഈ കൊടുത്ത ആൾ പറയും അന്ന് ഞാൻ തന്നപ്പോൾ ഇത്ര സാധനം ഉണ്ടായിരുന്നു, മറ്റാൾ പറയും ഞാൻ എടുത്തപ്പോൾ അത്ര സാധനം ഇല്ലായിരുന്നു. ഇത് എല്ലാ ഇത്തരത്തിലുള്ള കരാറുകൾ സാധാരണ കണ്ടുവരുന്ന പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താ? ആദ്യത്തിൽ അത് എടുക്കുന്ന സമയത്താണ് എന്ത് കണക്കാക്കേണ്ടത്? എത്ര മൂല്യത്തിന്റെ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്, അതിന് വിലക്കെട്ടണം. എത്രയാണ് എന്നുള്ള വിലക്കെട്ടണം. അത് നമുക്ക് വാടക കൊടുക്കാൻ പറ്റില്ല, അത് വിൽക്കാനുള്ള വസ്തുക്കളല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. അതെ, സ്റ്റോക്ക് എടുക്കും. അതെ അതെ, അങ്ങനെയും ചെയ്യാം. അതായത് അതിലുള്ള അതേ എമൗണ്ടിലുള്ള സാധനങ്ങൾ, പക്ഷേ കുത്തെടുത്ത് വില കണക്കാക്കുക എന്ന് പറഞ്ഞില്ലേ, ആ സാധനം എന്ത് ചെയ്യണം, ആ സംഗതി എന്ത് ചെയ്യണം, നടക്കണം. അതിൽ ഏറ്റവും പിന്നീട് തർക്കങ്ങളില്ലാതിരിക്കാൻ നല്ലത് സാധനങ്ങൾ വിലക്കെട്ടുക, സ്ഥാപനം വാടകയ്ക്ക് നൽകുക എന്നുള്ളതാണ്. നീ പറഞ്ഞ പോലെ ഇപ്പൊ വിലക്കെട്ടി അതിൽ എത്ര സാധനം ഉണ്ട് നോക്കി, ഇതെപ്പോഴാണോ ബിസിനസ് ഒഴിവാക്കിയിട്ട് തിരിച്ചേൽപ്പിക്കുന്നത് അന്ന് ഈ മൂല്യമുള്ള പൈസ അല്ലെങ്കിൽ ഇത്രയും സാധനം അതിൽ ഉണ്ടാവണം എന്ന രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്താണ് നിങ്ങൾ പറഞ്ഞ കുത്തെടുക്കുക എന്ന് പറഞ്ഞില്ലേ, സ്റ്റോക്ക് എടുക്കുക എന്ന് പറഞ്ഞില്ലേ, അത് നിർബന്ധമായി നടക്കണം. പല ഇടപാടിലും അത് നടക്കില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. അല്ലാഹു അഅലം.